എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മണിയും പിള്ളേരെന്ന് പറഞ്ഞ് എല്ലാവർക്കും മണിയും പിള്ളേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പുതിയ വീഡിയോ ഒന്ന് ഇനി പറഞ്ഞോളൂ കേട്ടോ. കോളേജിൽ നിന്ന് വന്നു, കുറച്ച് സമയമായി. അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ഒതുക്കി ഇപ്പോൾ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിക്കുന്നു. ഇനിയിപ്പം ഇന്ന് ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കോളേജും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ എൻ്റെ കോളേജും കാര്യങ്ങളും കാണിച്ചു തരാം. അതുമല്ല എൻ്റെ രാവിലത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ. പിന്നെ തലേന്നേ പരിപാടികൾ തുടങ്ങും. കാരണം പിറ്റേ ദിവസം ചോറ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തലേന്നേ നമ്മൾ ചോറൊക്കെ സെറ്റാക്കി വെക്കണം. പകുതി വേവാക്കി വെക്കുള്ളൂ, പിന്നെ രാവിലെ ആകുമ്പോൾ ബാക്കിയും കൂടെ ഇട്ട് വേവിക്കും. അങ്ങനെ എൻ്റെ കോളേജിലേക്ക് പോകുന്ന പോക്കും കാര്യങ്ങളും കാണിക്കാം. അമ്മയുണ്ടാവും ഹെൽപ്പിന് അല്ലേ? അമ്മയുടെ സഹായത്തോടു കൂടി രാവിലെ കോളേജിൽ പോകുന്നതും ആ തത്രപ്പാടുകളും കാണിച്ചു തരാം. പിന്നെ അതെ, നാളെ എനിക്ക് എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പം അതിന് കുറച്ച് വർക്കുകൾ വേറെ കുറേ കിടപ്പുണ്ട്. എനിക്ക് കുറേ ചാർട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. നാളെ ടീം വൈസ് ആണ് പോകുന്ന സ്കൂൾ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് UP സ്കൂൾ വേട്ടേക്കോട്, അവിടെയാണ് പോകുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് സെഷൻ എടുക്കാനായിട്ട് ഗ്രൂപ്പ് തിരിച്ചാൽ വിട്ടായിരുന്നു കേട്ടോ. നല്ല പിള്ളേർ, എനിക്കിഷ്ടമായി. നല്ല കുഞ്ഞുങ്ങളാണ്. അവർക്ക് ഇംഗ്ലീഷിൻ്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ തെറ്റിക്കാണ്ടൊക്കെ പറഞ്ഞാണ്. അതുകൂടെ ചേർത്തിട്ട് ഞാൻ അടുത്ത ദിവസം വീഡിയോ പോകുമ്പോൾ എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് പരിപാടികളായിട്ട് കാണിച്ചു തരാം. എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗങ്ങളായിട്ട് കാണിച്ചു തരാം അല്ലേ? നല്ല ഡേ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടേ കാണിക്കണേ, രാവിലെ എണീക്കുന്നതോട് കാണിക്കണ്ടേ? നമുക്ക് അങ്ങനെ എല്ലാം കൂടെ നടക്കത്തില്ല. അതുകൊണ്ട് കുറേശ്ശായിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. ആദ്യം ഞാൻ പോയിട്ട് അരി കഴുകി അടുപ്പത്തിടണം. രാവിലെ ചോറ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തലേന്ന് വേവിച്ച് വെച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെ പിന്നെ രാവിലെ വേവിക്കാനാണെങ്കിൽ ഞാൻ എത്ര മണിക്ക് എണീറ്റാലും നടക്കൂല. കാരണം ഇന്നത്തെ വർക്ക് തീരുന്നതിനനുസരിച്ചിരിക്കും രാവിലത്തെ എണീക്കലൊക്കെ. അതുകൊണ്ട് നമുക്ക് അരിയൊക്കെ കഴുകി അടുപ്പത്തിടണം. പണിയോട് പണി. എന്തുവാ അമ്മേ? അടുപ്പത്തല്ല, ഇപ്പൊ ഗ്യാസിലോട്ട് വെക്കുക. തിളപ്പിച്ച് വെച്ചിട്ട് പിന്നെ നാളെ രാവിലെ അടുപ്പത്തിട്ട് കഴിച്ചു. അടുപ്പത്ത് വെക്കണ്ടെന്ന് പറയുന്നത്? അടുപ്പത്ത് വെക്കണം, നാളെ ചോറിനായിട്ട് അടുപ്പത്തിടണം. ഇപ്പൊ ഒന്ന് പകുതി വേവിന് വേണ്ടി നല്ല വേവുള്ളേക്ക് സാധാരണ അടുപ്പിലാട്ട് വെക്കുക. പിന്നെ അടുപ്പിലേ വെക്കാറുള്ളൂ ചോറ്. അങ്ങനെ ഗ്യാസ് വെച്ചുള്ള പരിപാടിയൊന്നും ഇല്ല. പിന്നെ രണ്ട് തിള തിളച്ച് അടച്ച് മാറ്റി വെക്കാനാ. അപ്പോൾ അതല്ലേ നല്ലേ? അക്ഷരസ്ഫുടത ഇല്ലാത്ത എന്താന്ന് വെച്ചാൽ ഇടയ്ക്ക് നാക്കുളുക്കുന്നത്. എപ്പോഴും അങ്ങനെ സ്ഫുടത വന്നാൽ എങ്ങനെ ശരിയാവുന്നേ? അമ്മ പറയുന്നത് അമ്മയ്ക്ക് മാത്രം ഉള്ളത്, വേറെ ആർക്കും കൊടുക്കണ്ടെന്ന്. ശരി, അമ്മ എങ്ങോട്ട് എടുത്തു, ഇനി ഞാൻ ഉൾക്കുന്നില്ല. അപ്പോൾ ഞാൻ പോയിട്ട് കുറേശ്ശെ പരിപാടികളായിട്ട് കാണിച്ചു തരാം. പിന്നെന്തുവാ വിശേഷങ്ങളൊക്കെ പറ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? കമന്റ് ബോക്സിൽ ആരും അനക്കൊന്നും ഇല്ലല്ലോ. എന്ത് പറ്റി? എല്ലാവർക്കും എന്താ പറ്റിയ? വീഡിയോ കാണുമ്പോൾ കമന്റോട് ഇടുന്നേ. ഒക്കെ അല്ല അതിൻ്റെ ഒരു ഇത്. അരി എടുത്ത് ഇനി അരി കഴുകണം, കലം പിടിക്കണം, വെള്ളം പിടിക്കണം. കണ്ടോ, ഉളുക്കിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത്ര ഉളുക്കത്തില്ലായിരുന്നു. ഉളുക്കലിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം ഉളുക്കോട് ഉളുക്ക. നമ്മുടെ കിണറ്റിലെ വെള്ളം കേട്ടോ എടുക്കുന്ന കൂടുതൽ, നല്ല ശുദ്ധമായ പച്ചവെള്ളം. അയ്യോ, നേരത്തെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോ ഞാൻ ആദ്യം അമ്മയുടെ വയ്ക്കുന്ന അമ്മയെ കിണറ്റിന്ന് ഒരു കപ്പിൽ വെള്ളം കോരിയിട്ട് വല്ല കുപ്പിയിൽ ഒഴിച്ചു വെക്കാൻ. കയറി വന്നിട്ട് അത് കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. പൈപ്പ് വെള്ളം ഉണ്ട് കേട്ടോ വേറെ. പക്ഷെ വീട്ടിലെ ആവശ്യത്തിനും കാര്യങ്ങൾക്കൊക്കെ ഫുഡ് വെക്കാനും എടുക്കാനും ഒക്കെ നമ്മൾ കിണറ്റിലെ വെള്ളം എടുക്കുന്നത്. എന്തോ ഞാൻ ഒരു കൈ കൊണ്ട് എടുത്ത് പൊങ്ങൂലേ? ഞാൻ പോയി അരിയൊക്കെ കഴുകി സെറ്റാവട്ടെ. എല്ലാം നമുക്ക് ഒറ്റ കൈ കൊണ്ട് എല്ലാം കൂടെ മാനേജ് ചെയ്തുള്ള ശീലമില്ല. ഞാൻ അത്ര എക്സ്പെർട്ട് അല്ല. മണിയമ്പിള്ളയെ പോലെ മണിയമ്മയെ പോലെ അത്ര എക്സ്പെർട്ട് അല്ലാത്തത് കൊണ്ടും അത്ര മോശമൊന്നും അല്ല. എന്റെ വശല്ലേ അമ്മ ഈയിടെയായിട്ട് ഇച്ചിരി പുകഴത്തിൽ കൂടുന്നുണ്ടോ? സംശയമില്ല. അങ്ങനെ പുകഴത്തിലൊന്നും ഇല്ല കേട്ടോ. എന്റെ മകൾ അങ്ങനെയാണ്, എന്റെ മകൾ ഇങ്ങനെയാണെന്നുള്ള പുകഴത്തിലൊന്നും ഇല്ല നമുക്ക്. വെള്ളം തിളക്കട്ടെ. ചേടാ, വലിയ കഷ്ടമാണല്ലോ ഇത്. വെള്ളം തിളക്കട്ടെ. തിളച്ച അരി കഴുകി അടുപ്പത്തിടണം. അപ്പം ആ പരിപാടിയുണ്ട്. പിന്നെ കാ പൊളിക്കണം. പൊന്തങ്കായ ഇരിപ്പുള്ളൂ. ഏത്തക്കായിരുന്നു കുറച്ചുകൂടെ നല്ലത്. ഇല്ലാതിപ്പോ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അതാ നല്ലത്. എന്താ വെക്കാൻ? അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ വെക്കുന്നതെന്ന് പറ. മെഴുകുവരട്ടിയാണ്, തോരനാണ് നിനക്ക് ഇഷ്ടമുള്ളത്? തോരൻ വെക്കാം. പയറോട് വെച്ചാലും വൻപയറുണ്ടോ? അത് ഇട്ട് വെക്കാം. അങ്ങനെയാണെങ്കിൽ അതൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം. വൻപയറെടുത്ത് വെള്ളത്തിടും. അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ച് നാളെ പൊതിച്ചോറ് കൊണ്ടുപോകാൻ. എന്നും സാധാരണ ദോശയൊക്കെയാണ് കൊണ്ടുപോകാറ്. ഞാനങ്ങനെ ചോറ് കൊണ്ടുപോയാലും കുറവാണ്. പിന്നെ ഇന്നലെ എന്നെ അങ്ങ് കൊല്ല്. ഇന്ന് എനിക്ക് ഭയങ്കര കൊതി. നാളെ പൊതിച്ചോറ് കൊണ്ടുപോകണം. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ചാൽ നാളെ ഞാൻ പ്രിപ്പയർ ചെയ്ത് എനിക്ക് പൊതിച്ചോറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം പൊതിച്ചോറ് കൊണ്ടുപോകണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നാളെ രാവിലെ എണീറ്റ് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി കോളേജിൽ പോകുന്നതും പിന്നെ എൻ്റെ കോളേജും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം.
അതൊക്കെ പോരെ, അതൊക്കെ തന്നെ ധാരാളം. പിന്നെ അതൊക്കെ ആവശ്യമാണ്. അതെ, അപ്പം ഞാൻ പോയി അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചിലപ്പെടാന്ന് ചെയ്ത് തീർക്കട്ടെ. അങ്ങനെ ചോറ് 2 തിള തിളച്ചു. ഞാനപ്പോൾ ആ കുക്കറിലോട്ട് ഇറക്കി വെക്കട്ടെ. സാധാരണ കുക്കറുണ്ടാവും, കുക്കർ അങ്ങനെ റൈസ് കുക്കറിനകത്തോട്ട് അരി എടുത്ത് വെച്ചു. അതെ, ആർക്കും അറിയില്ലല്ലോ എങ്ങനെ റൈസ് കുക്കറിലാണ്. അത് നല്ലോണം അടഞ്ഞോ? ഓക്കെ, മതി മതി. രാവിലെ ആകുമ്പോ അവിടെ പിന്നെ 4 മണിക്കേലും എണ്ണീക്കണം. അല്ല, നമ്മുടെ പറച്ചിലടക്കം ഞാൻ 10 മണിക്ക്. അതല്ല വയ്യാത്തോണ്ട് കിടന്ന് ഉറങ്ങി പോകാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കാണോ കുഴപ്പം? മേത്തെല്ലാം കഴിഞ്ഞ ദിവസമെല്ലാം നീരുണ്ടായിരുന്നു, യാത്രയുടെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറവുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നു, എല്ലാം അങ്ങ് ശരിയാവും. കുറേ ചാർട്ടും കാര്യങ്ങളും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് നാളത്തേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ. ഇനി കളറും പേനയും എല്ലാം അവിടെ എവിടെയൊക്കെ ഇരിക്കും, എല്ലാം എവിടെയാന്ന് പോലും ഒരു ഐഡിയ ഇല്ല. ഇനി ഓരോന്ന് തപ്പി എടുക്കണം. അയ്യോ, ചെള്ള് വന്നു മക്കളെ, ചെള്ള് ഞങ്ങളുടെ ഇവിടെ ചെള്ളിന് നല്ലതാ മോളെ, ഞാൻ ഒന്നും പറഞ്ഞു. ചെള്ളിന് ഞങ്ങളുടെ ഒരുപാട് സ്ഥലത്തൊക്കെ കോട്ടിരിമ എന്ന് പറയും. കോട്ടിരിമ അങ്ങനെ ഇവിടെ കോട്ടിരിമ എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ കോട്ടിരിമ എന്ന് പറയുന്നത്. അങ്ങനെ രാവിലെ നമ്മള് ഇപ്പം സമയം എത്രയാണ്? സമയം 4:15 വെളുപ്പിനെ. നല്ല നമ്മൾ ചോറ് അടുപ്പത്തിട്ടു. ഇനിയും കുറച്ച് കായുണ്ട്. ഗുഡ് മോർണിംഗ്. കുറച്ച് കായുണ്ട്, ഇനി അതെല്ലാം ഒന്ന് പൊളിച്ച് സെറ്റാക്കി വെക്കട്ടെ. എന്നിട്ട് നമുക്ക് അത് തോരനാക്കണം. പയറ് വെള്ളത്തിട്ട് ഒത്ത് വെച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് കാണിക്കുന്നത്? കായും കാര്യങ്ങളെല്ലാം അരിഞ്ഞു വെക്കണം. ഇത് അമ്മേ, അതല്ല പയറ്. രാവിലെ എന്തോ തണുപ്പാന്ന് അറിയാം. രാവിലെ ഒന്നും എണീക്കാനേ തോന്നില്ല, പിന്നെ ഗതികേടുകൊണ്ട് എണീക്കും. ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. ഇന്നലെ വീഡിയോ എല്ലാം എടുക്കുന്നതിൻ്റെ കൂട്ടത്തിലേ സാധാരണ ഒന്നും കോളേജിൽ നിന്ന് വരുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യമായിരുന്നു ഈ ബാഗിൽ ഇരിക്കുന്ന പാത്രം എടുത്ത് പുറത്ത് വെക്കുക എന്നുള്ളത്. പുറത്ത് വെക്കുന്നല്ല, കഴുകി വെക്കുക എന്നുള്ളത്. ഇന്നലെ ഞാനത് മറന്നുപോയി. അയ്യോ, പാത്രം പുറത്തിറക്കുന്ന കാര്യം പറയുമ്പോഴാന്നേ ഈ ഹോസ്റ്റലില് ഇതുപോലെ അമ്മ ഇതുപോലെ ബാംഗ്ലൂരിൽ ജോലി എന്തുവാ രാവിലെ പിച്ചാത്തി ഡയറക്റ്റ് കൈ തരാൻ പാടില്ലെന്ന്. എന്തായാലും അമ്മ ഞാൻ ചെത്തിക്കോളാം. ഒത്തിരി അങ്ങ് താത്തണ്ട, ചെറിയ ചെത്തണം. ഉരിയത്തിലടിയത് അവിടെ ആ പീലർ വെച്ചിട്ട് അതെ, ഞാൻ ഇതുപോലെ ചെത്തിയാൽ പോകില്ലേ? ഞാൻ ചെത്ത അവിടെ വായിക്കാം. അതെ, ഞാൻ ചെത്തിയാൽ മുതലാവത്തെ. അത്രയ്ക്ക് ചെത്തി കളയേണ്ട ആവശ്യമില്ല വായിക്കാൻ. അതുകൊണ്ട് ഞാൻ ചെത്താടി കയ്യെല്ലാം കറയാ, അതിന് കുഴഞ്ഞു കഴിഞ്ഞിരിക്കും. കുഴഞ്ഞു പോകാൻ അമ്മയെ ചെത്തിക്കോളാം. ഞാൻ അമ്മ എന്നാ ഉള്ളിയും പച്ചവളം വിലയിടാം. ഞാൻ പറയാൻ വന്ന നമ്മള് വിട്ടുപോയി, അത് നമ്മൾ പറയാം. എൻ്റെ കയ്യൊരു ഇച്ചിരി മഴ നോക്കട്ടെ. കയ്യൊരു ചെന്നായും തൂത്തു കുഞ്ഞത് കുറച്ച് അകത്തെ മഞ്ഞപ്പൊടി ഇട്ടോട്ടെ വെള്ളത്തിൽ. പണ്ടോട്ട് അമ്മയ്ക്കുള്ളൊരു സ്വഭാവം കേട്ടോ. നമുക്കറിയുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് മൊത്തം ചെയ്യാൻ സമ്മതിക്കില്ല. അതിനെതിരെ വാങ്ങിയൊക്കെ കറയട്ടെ, കയ്യിലാകുന്ന തന്നെ കുറ്റമായിപ്പോയി. വാഴയ്ക്കൊക്കെ കറയാവുണ്ട്. ഇപ്പം അരിയണ്ടാന്ന് പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രമേ ബാഗിൽ തന്നെ ആയിരുന്നു. ഇപ്പോഴാണ് എടുത്ത്. ഇതുപോലെ ആയിരുന്നു ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത്. ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഈ വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ചോറൊക്കെ കൊണ്ടുപോകത്തുള്ളൂ. എന്നോ എനിക്ക് അമ്മ എനിക്ക് ചോറ് തന്നു വിട്ടു. പക്ഷെ പാത്രം കൊണ്ടുപോകാൻ കണ്ടത് ഏതോ ഒരു അവധിക്ക് തിരിച്ച് വീട്ടിൽ പോകുന്നതിലോ ഞാൻ തുറന്നു നോക്കി പാത്രം. എന്തായിരുന്നു പരിണാമങ്ങളാൽ നിറഞ്ഞു വരുന്നു പാത്രം. സൈഡിൽ എന്തൊക്കെയോ തുള്ളിക്കളിച്ച് നിൽക്കുന്നു, ഇപ്പുറത്ത് എന്തൊക്കെയോ പൂത്തുലഞ്ഞു നിൽക്കുന്നു. അങ്ങനെ പല പല നിറങ്ങളിൽ പല പല സാധനങ്ങൾ ആ പാത്രത്തിൽ കൂടെ. അതിനൊക്കെ ഞാൻ വളർത്തുമായിരുന്നു അവിടെ. അതുപോലായി പോയേനെ. അല്ല ശനിയോ ഞായറൊക്കെ ആയിരുന്നെങ്കിൽ തിങ്കളാഴ്ചയൊക്കെ അതുപോലെ ഞാനെന്തായാലും പാത്രം നോക്കും. അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പാത്രം എടുക്കാൻ മറന്നുപോയി.
അങ്ങനെ ഞാൻ പാത്രം എടുക്കാൻ മറക്കുന്നത്. ഇനിയിപ്പോ എന്താന്ന് പറഞ്ഞിരിക്കും. അല്ല പറഞ്ഞില്ല, ഞാൻ ഇവിടെ പറഞ്ഞതാ. അല്ല ഈ ഒരു സംഭവം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും പറ്റിയിട്ടുണ്ടായിരിക്കും. നീ അങ്ങനെ പറയണം കേട്ടോ. പറയല്ല, കണ്ടിരിക്കണം. അതല്ലേ പറഞ്ഞേക്കാം. ശരി, ആൾക്ക് നമുക്ക് കേട്ട് പറയാൻ പറ്റും. ഇന്നലെ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ അമ്മ എങ്ങോട്ട് കൊണ്ടുപോയി നടുവേദന മാറ്റിയിട്ടുണ്ട്, അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഡോക്ടറുടെ നമ്പർ വേണമെങ്കിൽ തരാമോ? ആ നമ്പർ എന്നിട്ട് ചോദിച്ചോക്കണേ. ചോദിക്കും. ഇന്നലെ കുറച്ച് അയല കിട്ടിയായിരുന്നു, അതും പുരട്ടി വെച്ചിട്ടുണ്ട്. കുഞ്ഞനയലയോ. പക്ഷെ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇവിടൊക്കെ മീനെ വാട്സപ്പിൽ ഫോട്ടോസൊക്കെ ഇട്ടിട്ടാട്ടോ എല്ലാവരും മീൻ വാങ്ങിക്കുന്നത്. അപ്പോൾ അമ്മ വാട്സപ്പിൽ ഫോട്ടോ നോക്കിയപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ വലിയ മീനായിട്ട് തോന്നി. നല്ല മുഴുത്തായല. ഇവിടെ കൊണ്ടുപോകാൻ പിഞ്ഞനും മറ്റേ അത്രേ ഉള്ളൂ, ചീയുള്ളൂ. പിന്നെ എങ്ങനെയൊക്കെയോ പാവിൻ്റെ വെട്ടി അരപ്പെല്ലാം പുരട്ടി വെച്ചിരുന്നു. ഞാൻ കോളേജിൽ പോയ സമയത്തായിരുന്നു കേട്ടോ ഇതൊക്കെ സംഭവിച്ചത്. നമ്മൾ അരപ്പ് പുരട്ടി വെച്ച മീൻകുട്ടന്മാരുണ്ട്, പിന്നെ മുട്ട പൊരിച്ചതും തോരനും ചമ്മന്തി ഓൾറെഡി ഉണ്ടല്ലോ, മുളക് ചമ്മന്തി, അത് മതി, എനിക്ക് മതി ധാരാളം. പിന്നെ ഇതിൻ്റെ കൂടെ അച്ചാറും കൂടെ അഹങ്കാരമായി പോകുന്നുണ്ട്, അച്ചാർ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഇതൊക്കെ എല്ലാം ഒന്ന് അരിഞ്ഞ് പെറുക്കി സെറ്റാക്കി. 100 തവണ ഞാൻ പറഞ്ഞല്ലേ സെറ്റിൻ്റെ കാര്യം. എന്ത് ചെയ്യാൻ ഇങ്ങനായി സമയം ചടപടേന്ന് തീരുന്നേ. ഇന്നലെ അതിൻ്റെ പുറകെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറേ സമയം എടുത്ത് കിടക്കാൻ, ഒരു 1.5 കഴിഞ്ഞാൽ കിടന്നേ. പിന്നെ അത് വരയ്ക്കുന്നതൊന്നും കാണിക്കാൻ പറ്റും. തേങ്ങാവെള്ളം വെറുമീറ്റ് തേങ്ങാവെള്ളം ചെന്ന പോലെ കുറച്ച് കളയട്ടെ കേട്ടോ. ഞാൻ രാവിലെ ചുമ വാഴയ്ക്ക് അരിയുന്നത് പിന്നെയും അമ്മ ഏറ്റെടുത്ത് ഞാൻ ചോറ് കോരി വെക്കുക. ഇത്ര കോരി വെച്ചു. ഈ ഒറ്റക്കായ കൊണ്ട് ഫോൺ പിടിച്ചിട്ടുള്ള പരിപാടിയൊന്നും എന്നെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനിയും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇനിയും എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കുമ്പോൾ കാണിച്ചു തരാം. അതല്ലേ നല്ലേ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പോയി കുളിക്കണം, അങ്ങനെ കുറേ പരിപാടി കിടക്കുന്നു. യൂണിഫോം തേക്കണം, ബുക്ക് എടുത്ത് വെക്കണം, പിന്നെ ചോറ് കെട്ടി വെക്കണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ശരി, ഞാൻ കഞ്ഞിവെള്ളം കൊണ്ട് വെച്ചിട്ട് വരാം. അങ്ങനെ മീൻ ഭരത്തതായി, തോരനായി, അപ്പോൾ അതാ മുട്ട പൊരിക്കുന്നു. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ പാത്രം കഴുകിയിട്ട് യൂണിഫോമും തേച്ച് വെച്ചിട്ട് കുളിക്കണം. എന്തുവാ രാവിലത്തെ ഒരു ദുരിതം. പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച്, ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു, അടുപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി. ഇനി എവിടാ പരിപാടി നോക്കട്ടെ. എന്താ പരിപാടി? തേക്കല. തേക്കുവാ അമ്മ, തേക്കുവാ. അമ്മുവിന്റെ തേപ്പ്. ഇനിയിപ്പൊ കുളിക്കണം, രാവിലെ ഒന്ന് കോളേജിൽ പോകാൻ എന്തെല്ലാം കഷ്ടപ്പാടാ ചെയ്യുന്നത്. എന്നും ഈ കഷ്ടപ്പാടൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ചോറ് കൊണ്ടുകൊണ്ടി ഉണ്ട്, അല്ലെങ്കിൽ എന്ത് ചിലപ്പോൾ ദോശയോ രാവിലെ എന്തോ ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ്. ഏതായാലും ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് നിർബന്ധ എന്ന് പറയുന്ന പോലെ. ഏതായാലും എനിക്ക് ചമ്മന്തി ഉള്ളത് കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നുമില്ല. ഞാൻ ചമ്മന്തി, എനിക്ക് കാന്താരി ഉണ്ടെങ്കിലും ഞാൻ ചോറുണ്ണും, അത് വേറെ കാര്യം. പക്ഷെ ചമ്മന്തി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചമ്മന്തിയാ. അതെ, ഓരോരുത്തരും മന്തിക്കും അൽഫാമിനും പിന്നെ അങ്ങനെ ഓരോ അങ്ങനത്തെ കുറെ സാധനങ്ങൾക്ക് വേണ്ടി നിർബന്ധം പിടിക്കുമ്പോൾ കുറച്ച് ചമ്മന്തിക്ക് വേണ്ടി പറയുന്നതാണോ ഞാൻ ചെറുത്തച്ച് പറയൂ. അത് അത്ര വലിയ തെറ്റൊന്നുമല്ല. എന്നാ ബിരിയാണി അങ്ങനെ പറയുന്നത്. അപ്പൊ ഓക്കെ അതാണ് കണ്ടോ ഞാൻ പറഞ്ഞേന് പറയും. സമയം എത്രയായി? സമയം 6:20. അടിപൊളി. എന്റെ സമയം എല്ലാം പോയി. ഇന്ന് വേറെ ബസ്സാ ഞങ്ങക്ക്, എന്നും പോകുന്ന ബസ്സല്ല. അതുകൊണ്ട് നമ്മള് നേരത്തെ തന്നെ അവിടെ നിന്നില്ലെങ്കിൽ ആ കാക്ക നമ്മളെ വെയിറ്റ് ചെയ്യൊന്നുമില്ല, അവരങ്ങ് പോവും. പാണ്ടൊന്നും തേക്കത്തൊന്നുമില്ല, എന്നെ കൊണ്ട് പാണ്ടൊന്നും തേക്കാം. ഞാൻ കോട്ടൊക്കെ തേച്ച് പെട്ടെന്ന് കോട്ട് തിരിച്ചിട്ട് തേക്കാമോ? കോട്ടയെ നേരിട്ട് തേക്കുള്ളൂ. ഒന്നാമത് അതിന്റെ നൂലഴിച്ചില്ല, തേക്ക് പോണ്ടല്ലോ, അതൊന്ന് കുറച്ച് അവിടെ ഇരുന്നോളാണ്. ആ നൂലഴിക്കുന്ന തുണിയാന്ന് തോന്നുന്നല്ലേ കോട്ടല്ലേ? ഭയങ്കര കട്ടിയാക്കണ കോട്ടന്റെ. അപ്പോ ചാക്ക് കയറ്റി ഇട്ടവണം തിരികെ. അമ്മക്കുട്ടി അങ്ങനെ ചോറ് വിളമ്പുവാണ് കോളേജിൽ കൊണ്ടുപോയി. ഇതാണ് എന്റെ യൂണിഫോം. അതെ, യൂണിഫോം. ചമ്മന്തി ഉണ്ടോ? മുളക് ചമ്മന്തി. പിന്നെ അവിടെ എക്സ്ട്രാ ചോദിക്കാനും കയറ്റ് വരാൻ ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും കുറച്ചധികം എടുക്കുള്ളൂ. തോരാപ്പനോടെ
എന്നെ കാണത്തില്ലയോ? നിനക്ക് മുഖമില്ല, നീ വിളമ്പുന്നതേ ഉള്ളൂ. മതിയല്ലോ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടത്തെ കൈയാട്ടെ. ഇപ്പൊ ചോദിക്കല്ലോ എന്താ ഇടത്തെ കൈ കൊണ്ട് വരുന്നത്. അതാണ് ആരോഗ്യത്തിന് നല്ലത്. മടക്കി സുന്ദരനാക്കി വെച്ചു. മടക്കി സെറ്റാക്കി വെച്ചിരിക്കുക. ഇതിലൂടെ അച്ചാറും കൂടെ വേണോ? വേണ്ട വേണ്ട. ഇനി ഞാനതോടെ അച്ചാർ വെക്കുക. വേണ്ടോ? എന്റെ ചോറും മതി. ഇതാ ഉള്ളൂ. ഇങ്ങനെ നിന്ന് കാണിയിരടി. കുക്കറി ചോയോ? അങ്ങനെ അമ്മൂൻ്റെ പൊതി സൂപ്പറായി പൊതിഞ്ഞു വെക്കുവാണ്. ഒന്നാമത് ഞങ്ങളുടെ ബുക്കിന്റെ ബൈൻഡ് എല്ലാം വെള്ള കളറാ. നമ്മള് മഞ്ചേരിയില് ഒരു DTP ഉണ്ടേ, അവിടെ നമുക്ക് പ്രിന്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ആക്കി തരും. ചുമ്മാ സ്പൈറലല്ല, നമുക്ക് അല്ലാണ്ട് ബുക്ക് ആക്കി തരും. അത് ഈ ഇടയ്ക്കാണ് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഇതിന്റെ ഒരുമാതിരിപ്പെട്ട കവറിനകത്ത് എടുത്ത് വെക്കാം. ഞാൻ ആക്കിക്കോളാം. കഴിഞ്ഞില്ലേ? എനിക്ക് പിന്നെ എന്നും ഈ ഒരു കവറാണ്. ഈ മഞ്ഞ കവറിനകത്ത് ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ വേറെ എടുത്തോളാലോ. കൊടുത്തിട്ട് മഞ്ഞ കവറായ പ്രശ്നമാണ്. ആ കിട്ടിയല്ലോ. മുട്ട കിട്ടിയോ? എനിക്ക് പണ്ടോട്ടേ ഉള്ള എനിക്ക് മുട്ടപ്രാന്ത്. എനിക്ക് നേരത്തെ മുട്ടപ്രാന്തിന്റെ ഒരു കഥ. മുട്ടപ്രാന്ത് മൂത്ത് അമ്മ എന്നോട് പറഞ്ഞു, ഇനി ഏതേലും ഒരു മുട്ടക്കാരനെ കൊണ്ടേ കെട്ടിച്ചു കൊടുത്തുള്ളേ. ഇപ്പൊ ഒട്ടും മുട്ടയില്ലാത്തൊരു സ്ഥലത്തോട്ടാണല്ലോ ഞാൻ ചെന്ന് കയറിയത്. ഫാമിലെ ദീപ്തി ചേച്ചിയുടെ അവിടെ നിറയെ മുട്ടയല്ലേ. എന്തായാലും അമ്മയുടെ പ്രാർത്ഥന ഭരിച്ചു. ഏറ്റവും കൂടുതൽ മുട്ടകൾ ഇവിടെയൊക്കെ മുട്ടക്കഥ പറയാനുണ്ട്. ഞാൻ പിന്നെ പറയാം കേട്ടോ, അടുത്ത വീഡിയോയിൽ പറയാം. അന്നേരം പറയാം. ഇപ്പോഴും കൊള്ളാമല്ലോ, അതിന്റെ കുഞ്ഞിനെ ഉള്ള കഥയാ. കുഞ്ഞിലുള്ള അറിവില്ലാത്ത പ്രായത്തിൽ കുട്ടികൾ അങ്ങനെ പലതും ചെയ്യും. പക്ഷെ അത് ഇങ്ങനെ പേരൻസ് വിളിച്ചു പറയാൻ പാടില്ല. വെള്ളം ഒഴിച്ചില്ല ഞാൻ. ഉപ്പ് പോയിരിക്കുന്നു ഇവിടെ. വെച്ചതായിട്ടുള്ള ചെറിയ കുപ്പില്ല, വലിയ കുപ്പി കേട്ടോ. ഭയങ്കര ഒരു വലിയ വേണം. ചെറിയ കോപ്പ് എടുക്കും. ഇതുകൊണ്ട് അപ്പുറത്ത് വരും. ഞാൻ ആദ്യമായിട്ടാണോ നമ്മ ഇവിടുത്തെ വെള്ളം? നല്ല ചൂടുവെള്ളം ഇപ്പൊ തിളപ്പിച്ച വെള്ളം അവിടെ ഇരിപ്പുണ്ട്. വെള്ളം വേണ്ട, എനിക്ക് ചെറിയ വെള്ളം മതി. അതാ നീ അരിച്ചാൽ ഒരു മുക്കുണ്ടാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ പോവാനിറങ്ങി. പോയിട്ട് വരാമേ. മണിമന് അവിടെ ഇരിപ്പുണ്ട് ഉണ്ടോ? അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ പോകാനിറങ്ങി. ഇനി വൈകിട്ട് വന്നിട്ട് വേണം. വഴിയുടെ പോലെ കണ്ടോ, മൊത്തവും റബ്ബറല്ലേ കണ്ടോ. വന്നിട്ട് മൊത്തവും തൂക്കാനുള്ളതാണ്. ഇന്ന് വഴിനീളം ഫോൺ കൊണ്ടുപോയാൽ എന്താവോ എന്തോ. അങ്ങനെ ക്ലാസ്സിലൊക്കെ പോയിട്ട് കണ്ടോ, അമ്മ കാണിച്ചായിരുന്നോ? ഇതാണ് എൻ്റെ യൂണിഫോം. അങ്ങനെ ഇനിയും ബാക്കി കാര്യങ്ങളൊക്കെ പോകെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പം അവരുടെ ചാർട്ട് കാര്യങ്ങളൊക്കെ ബാഗിലുണ്ട്. നോക്കട്ടെ എന്തായിരിക്കും പിള്ളേരുടെ അവസ്ഥ. ഞങ്ങളൊക്കെ അല്ലേ പഠിപ്പിക്കാൻ പോണേ. അപ്പോൾ ശരി, ഇനി തിരിച്ചു വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. കുറേശ്ശെ ഉള്ളൂ കേട്ടോ എല്ലാം. ഇതാട്ടോ എൻ്റെ കോളേജ് കേട്ടോ. ക്യാമറ ഇല്ല, തട്ടുമല്ലോ കേട്ടോ. എൻ്റെ കോളേജ്, എൻ്റെ ക്ലാസ്സാണ് അങ്ങേയറ്റം മേലെ കാണുന്നത് കണ്ടോ. അപ്പം എന്നാൽ ശരി. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നു, യൂണിഫോം എല്ലാം മാറ്റി. പിന്നെ ഇതാ ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നു. യൂണിഫോം മാറ്റാതെ അമ്മ ചായ തരില്ല. ചായയാണെങ്കിൽ എന്തുമായാലും തരത്തില്ല. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ട് പറയണ്ട, നല്ല ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോളേജ് അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. കോളേജല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ കൊണ്ട് നമുക്ക് കോളേജ് ജസ്റ്റ് എന്തെങ്കിലും ഓടിച്ച് കാണിക്കുന്നുണ്ട്, അതുപോലെ അതൊക്കെ മതി. എന്തായാലും ആ സ്ഥലമൊക്കെ അറിയുന്നവരല്ലേ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. ഇനി അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഞങ്ങൾ സീതത്തോട് പോകുന്നുണ്ട്. ചേച്ചിയുടെ നിശ്ചയമല്ലേ, പോണം. പൊളിക്കാൻ കിട്ടുന്നൊരു സമയമാണ്, പൊളിക്കണം എനിക്ക് വിട്ട്. അങ്ങനെ സീതത്തോട് പോകണം. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.
ടാറ്റാ.